എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു മലബാർ സ്പെഷ്യൽ മീൻ കറിയാണ്. മീൻ കറി തയ്യാറാക്കാനായിട്ട് പതിവ് പോലെ തന്നെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഉലുവ ഒഴിവാക്കാവുന്നതാണ്. ഉലുവയെല്ലാം ഒന്ന് പൊട്ടി വരുന്നതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ തന്നെ മീഡിയം സൈസുള്ള ഒരു ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഇഞ്ചിയുടെ പച്ചമണം മാറും വരെ ഒന്ന് വഴട്ടിയെടുക്കണം. ഇഞ്ചിയുടെ പച്ചമണമെല്ലാം മാറി കളറൊക്കെ മാറി റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള നല്ല എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത്. എരിവ് കുറവുള്ള മുളകാണെങ്കിൽ കൂടുതൽ എണ്ണ എടുക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. കൂടെ തന്നെ 15 ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയുടെ അളവ് നമുക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാലും നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ചധികം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഉള്ളി ചേർക്കുന്നതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഉള്ളി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈന് ഇടയിൽ വെച്ച് 3-4 മിനിറ്റ് നന്നായി വഴട്ടി ഉള്ളി നന്നായി സോഫ്റ്റായി കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് വലിയ പഴുത്തൊരു തക്കാളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് അതേ ഫ്ലെയിമിൽ തന്നെ 2-3 മിനിറ്റ് നന്നായി വഴട്ടി തക്കാളി ഇതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തിട്ട് കരിഞ്ഞു പോവാതിരിക്കാനായി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർക്കാനുള്ളത്. മലബാർ ഫിഷ് കറിയിൽ വാളംപുളിയാണ് ചേർക്കുന്നത്. വലിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി 1/2 കപ്പ് വെള്ളത്തിൽ 10 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം പുളി വെള്ളത്തിലേക്ക് നന്നായി പിഴിഞ്ഞ് യോജിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വാളൻപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കുടംപുളിയോ ഇരുമ്പൻ പുളിയോ മാങ്ങയോ ചേർത്ത് ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പുളിവെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച് ചേർക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ കറി റെഡിയായി ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും കറി നന്നായിട്ടൊന്ന് കുറുക്കി വരും. അതുകൊണ്ട് 200 ml ഈ ഒരു ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പും പുളിയും എരിവുമെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയം ഇതെല്ലാം ഒന്ന് മുന്നിട്ടെന്നാൽ മാത്രമേ തേങ്ങ അരച്ചതിന് ശേഷം മീനിലേക്ക് പാകത്തിനൊന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. 500 ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത്. ചെറുതും വലുതുമായ ഏതൊരു മീൻ ഉപയോഗിച്ച് നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എന്നാലും ഫ്രഷ് ആയിട്ടുള്ള മീൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് മീനൊന്ന് വെന്ത് കിട്ടാനായി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളെടുക്കുന്ന മീൻ അനുസരിച്ചിട്ട് വേവാനെടുക്കുന്ന സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ മീൻ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. മീൻ ഇതുപോലെ ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ 2 കപ്പ് തേങ്ങ 1/2 കപ്പ് വെള്ളത്തിൽ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് മീൻ ഉടഞ്ഞു പോകാതിരിക്കാനായി പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയെല്ലാം ഒന്ന് വെന്ത് മീനിലേക്ക് മസാലയെല്ലാം ഒന്ന് പിടിച്ച് കറി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്നു നോക്കാം. നമ്മുടെ മീനെല്ലാം പാകത്തിന് വെന്ത് കറി ഒന്ന് കുറുകി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് താളിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാലും നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. താളിക്കാനായിട്ട് സ്റ്റവിലേക്കൊരു പാത്രം വെച്ചിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യമേ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത് കൊണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ മതിയാവും. ഇതിലേക്ക് 5-6 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളിയുടെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വാട്ടിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിക്ക് നല്ലൊരു ഭംഗി കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് കറിയിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. താളിച്ച് ചേർത്ത ശേഷം തവിയിട്ട് ഇളക്കി മീൻ ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് ചട്ടി ഇതുപോലെ കയ്യിലെടുത്തൊന്ന് കറക്കി 1-2 മണിക്കൂർ ഇതുപോലെ തന്നെ മൂടി വെച്ച് നന്നായി തണുത്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ മലബാർ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ മലബാർ ഫിഷ് കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് പറയണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുത്താൽ ഈ ചാനലിലൂടെ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്